പ്രണയതീരം ഭാഗം 30. ഞാനൊരു കാര്യം പറഞ്ഞാൽ ആദ്യമായിട്ടും കേൾക്കുമോ? ദേവു ചോദിച്ചു. അവൻ എന്താ എന്നുള്ള രീതിയിൽ അവളെ നോക്കി. വേറെ ഒന്നുമില്ല ഏട്ടാ, ആ ശരത്തിനോട് ഇനിയും ഇത് മറച്ചു വെക്കരുത്. കാരണം ഈ പ്രണയം എന്ന് പറയുന്നത് തലയ്ക്ക് കയറി പിടിച്ചു കഴിഞ്ഞാൽ ഭ്രാന്താണ്. ഓരോ ദിവസം കഴിയുന്തോറും ആ ഭ്രാന്ത് കൂടുകയുള്ളൂ. അതുകൊണ്ട് ഇനിയും ആ ഭ്രാന്ത് ശരത്തിലേക്ക് കയറ്റാതെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം നല്ല വിഷമവും ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടാവുമായിരിക്കും. പക്ഷേ അത് പതിയെ മാറിക്കൊള്ളും. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആവശ്യത്തിന് ഇപ്പോൾ ഇവൾക്ക് ശത്രുക്കളുണ്ട്. ഇനി നമ്മളായിട്ട് വെറുതെ ശത്രുക്കളുടെ എണ്ണം കൂട്ടണ്ടല്ലോ, ദേവ് പറഞ്ഞു. ആദി അതിന് ഒന്ന് പുഞ്ചിരിച്ചു. വാ. കല്യാണി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇരിക്കുന്നത് കണ്ടതും ആദി പറഞ്ഞു. ആദി അവളെയും കൊണ്ട് കൈ കഴുകാനായി പോയി. ഇതെന്താണ് ഡോക്ടർ ഒന്നും പറയാതിരുന്നത്? അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് ദേവു ചോദിച്ചു. നിന്റെ ചോദ്യത്തിനുള്ള മറുപടി അവൻ പറയുന്നതിനേക്കാൾ നല്ലത് പ്രവർത്തിച്ച് കാണിക്കുന്നതായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടാകും, കിച്ചു പറഞ്ഞു. അവരുടെ പുറകെ തന്നെ കിച്ചുവും കല്യാണും കൂടി ചെന്നു. കൈ കഴുകി കല്യാണിയെയും കൊണ്ട് ആദി ദേവുവിൻ്റെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് വന്നു. ബില്ല് ചെയ്ത് കഴിഞ്ഞ് അവർ നിൽക്കുമ്പോൾ അങ്ങോട്ട് കിച്ചുവും കല്യാണും കൂടി വന്നു. വാ, അവര് നിങ്ങളെ കാത്തു നിൽക്കുകയല്ലേ, അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനായി തിരിഞ്ഞ ആദി ദേവുവിൻ്റെ അടുത്ത് നിന്ന കല്യാണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു. അവൻ്റെ ആ പ്രവൃത്തി എല്ലാവരിലും ഒരു പുഞ്ചിരിയാണ് ഉണ്ടാക്കിയത്. എന്നാൽ കല്യാണിയിൽ ഒരു പേടിയും. അവർ അവിടെ ചെല്ലുമ്പോൾ കണ്ടു, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഫോണിൽ നോക്കിയും പരസ്പരം സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന വിനോദിനെയും ശരത്തിനെയും എല്ലാം. എടാ അങ്ങോട്ട് നോക്കിക്കേ, കൃഷ്ണ പറഞ്ഞ ഭാഗത്തേക്ക് നോക്കിയ ശരത്തും വിനോദും എല്ലാം ഞെട്ടി. ഡോക്ടർ ആദിത്യയുടെ കൈപിടിച്ചു കൊണ്ടുവരുന്ന കല്യാണി. ഇയാളുടെ വിവാഹം ഉറപ്പിച്ചു എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇയാൾ എന്തിനാ കല്യാണിയുടെ കൈപിടിച്ചു കൊണ്ടുവരുന്നത്? കൃഷ്ണ ചോദിച്ചു. അപ്പോഴേക്കും ശരത്ത് അവിടെ നിന്നും എഴുന്നേറ്റു. ശരത്ത് എഴുന്നേൽക്കുന്നത് കണ്ടതും വിനോദും വേഗം എഴുന്നേറ്റു. അവൻ്റെ കയ്യിൽ പിടിച്ചു. ആ, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ? ഇനി എന്താ പരിപാടി? ആദിത്യ ചെറിയൊരു പുഞ്ചിരിയോടെയാണ് ചോദിച്ചത്. എന്നാൽ ശരത്തിൻ്റെ നോട്ടം ആദിത്യ പിടിച്ചിരിക്കുന്ന കല്യാണിയുടെ കൈകളിലായിരുന്നു. അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടെയുള്ള കാരണം ഇവരോട് സംസാരിച്ചിരിക്കാം എന്ന് കരുതി പോകുന്നതാണ് ഞങ്ങൾ, വിനോദ് പറഞ്ഞു. അതെയോ? പക്ഷേ ഇവരെ ഞങ്ങൾ കൊണ്ടുപോവുകയാണല്ലോ, ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയുണ്ട്, ആദിത്യയാണ് പറഞ്ഞത്. അതിന് നിങ്ങൾ എന്തിനാ ഇവളെ കൊണ്ടുപോകുന്നത്? ശരത്ത് കല്യാണിയെ നോക്കിക്കൊണ്ട് ആദിയോട് ചോദിച്ചു. പിന്നെ ഇയാളെ ഞാനല്ലാതെ പിന്നെ ആരാ കൊണ്ടുപോകേണ്ടത്? ആദിത്യ അപ്പോഴും പുഞ്ചിരി മായാതെ തന്നെയാണ് ചോദിച്ചത്. ഡോക്ടർ ആദിത്യ, നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചതല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ കല്യാണിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്? കൃഷ്ണയാണ് ചോദിച്ചത്. അതെ, എൻ്റെ കല്യാണം ഉറപ്പിച്ചതാണ്. ചെറുതായി കല്യാണം കഴിഞ്ഞു എന്ന് വേണമെങ്കിലും പറയാം, ആദി പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്തേ കാണിക്കുന്നത്? കൃഷ്ണയാണ് ചോദിച്ചത്. ഞാൻ എന്ത് കാണിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറയുന്നു. അങ്ങനെയുള്ള നിങ്ങൾ എന്തിനാണ് കല്യാണിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്? ശരത്താണത് ചോദിച്ചത്. അതെ, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ പെണ്ണിൻ്റെ കൈ തന്നെയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്, ആദി പറഞ്ഞുകൊണ്ട് കല്യാണിയുടെ കയ്യിൽ പിടിവിട്ട് അവളെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ കല്യാണി എന്ന് പറയുന്ന കൂട്ടുകാരിയാണ്, ആദി പറഞ്ഞതും ശരത്ത് ഞെട്ടി അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിലെ ഞെട്ടൽ എല്ലാവരും കണ്ടു. വിനോദ് ശരത്തിനെ നോക്കി. അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ അവനും വല്ലാത്ത പേടി തോന്നി. നിങ്ങളിത് എന്തേ പറയുന്നത്? കല്യാണിയുടെ വിവാഹം ഉറപ്പിച്ചു എന്നോ? വിനോദ് ചോദിച്ചു. അതെ, ഞാനാണ് കല്യാണിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള്. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞ് ആദി അവൻ്റെ കൈ നീട്ടിപ്പിടിച്ചു. അവൻ നീട്ടിപ്പിടിച്ചതും കല്യാണിയെ നോക്കി. അവളും എൻഗേജ്മെൻറ്റ് മോതിരം നീട്ടിക്കാണിച്ചു. അത് കണ്ടതും അമ്പരപ്പോടെ ശരത്ത് കല്യാണിയെ നോക്കി. കല്യാണിയും ആ നിമിഷം ശരത്തിനെ നോക്കിയിരുന്നു. അത് കണ്ടതും ശരത്ത് പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിഞ്ഞു നടന്നുപോയി. എടാ ശരത് എന്ന് വിളിച്ചുകൊണ്ട് വിനോദ് ശരത്തിൻ്റെ പുറകെ പോകാൻ പോയതും വിനോദ് അച്ചുവിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ അച്ചു വല്ലാതെ പേടിച്ചു. അത്രയും ദേഷ്യത്തോടെയാണ് വിനോദ് അച്ചുവിനെ നോക്കിയത്. ശരത്തിൻ്റെ പുറകെ തന്നെ ബാക്കി എല്ലാവരും പോയി. അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നല്ലോ, ഇനി നമുക്ക് പോകാം എന്ന് കൂളായിട്ട് കിച്ചുവും കല്യാണും പറഞ്ഞു നടന്നു. എൻ്റെ ദൈവമേ, ഞാൻ ശരിക്കും പേടിച്ചു. ബഹളം വയ്ക്കുമോ എന്നൊക്കെ ഞാൻ പേടിച്ചു. പക്ഷേ വളരെ ശാന്തമായാണ് പോയത്, സോനു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും നിങ്ങളുടെ ആ പേടി തീർന്നല്ലോ,
ഇനി പോകാം നമുക്ക്. അല്ല, ഇനി എന്താ പരിപാടി? കല്യാൺ ചോദിച്ചു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും നടന്നു. ആദിയുടെ കാറിലേക്ക് കല്യാണിയും ആദിയും കയറിയപ്പോൾ കല്യാണിയുടെ കാറെടുത്തത് ദേവുവായിരുന്നു. ദേവുവും അച്ചുവും സോനുവും ആ കാറിൽ കയറി. കാറിൽ കയറിയിട്ടും അച്ചു ആകെ മൂഡ് ഓഫ് ആയിരുന്നു. അവളുടെ അവസ്ഥ അറിയാവുന്ന ദേവുവും സോനുവും അവളോട് ഒന്നും സംസാരിച്ചില്ല. വീടെത്തിയതും കല്യാണി ആദിയുടെ ഒപ്പം കാറിൽ നിന്നും ഇറങ്ങി. അവളുടെ കാറ് വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. ആ കാറ് വന്ന് നിന്നതും അതിൽ നിന്നും അച്ചു ഇറങ്ങിയതും കല്യാണി വേഗം അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു. അച്ചു, ഇടറിയ ശബ്ദത്തോടെ കല്യാണി വിളിച്ചതും അവൾ മുഖമുയർത്തി നോക്കി. ഞാൻ കാരണം നിന്നോട് വിനോദേട്ടൻ ഇനി... കല്യാണി അത്രയും പറഞ്ഞു നിർത്തി. ഒന്നുമില്ലടാ, ഇതങ്ങനെ പോകാനാണ് യോഗമെങ്കിൽ അങ്ങനെ പോകും, അത്ര തന്നെ. ഇപ്പോൾ എന്നെ മനസ്സിലാക്കി ഞാൻ പറയുന്നത് കേൾക്കാൻ മനസ്സ് കാണിച്ച് എൻ്റെ കൂടെ നിൽക്കേണ്ടതിന് പകരം കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് കൂട്ടുകാരൻ്റെ ഒപ്പം പോകാനാണ് വിനോദേട്ടൻ ആഗ്രഹിച്ചത്. എനിക്ക് പറയാനുള്ളതെങ്കിലും ഒന്ന് കേൾക്കാൻ വിളിക്കുമെന്ന് ഞാൻ കരുതി. ഇനി ഇതുകൊണ്ട് ഈ ബന്ധം അവസാനിപ്പിക്കാനാണ് വിനോദേട്ടൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇത് ഇങ്ങനെ എത്തിയത് നന്നായി. വിവാഹത്തിനെങ്ങാനും ഇത് എത്തിയിരുന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കാരണം വന്നാൽ ഇവളെ ആ കാരണം പറഞ്ഞ് ഇതുപോലെ ഒഴിവാക്കുമായിരുന്നില്ലേ? അത്രയേ ഉണ്ടായിരുന്നുള്ളൂ വിനോദേട്ടന് അച്ചുവിനോടുള്ള ഇഷ്ടം. ഈ ശരത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരന് വേണ്ടി ഒഴിവാക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ അയാൾക്ക് എന്ന് നിന്നോട് സംസാരിക്കാൻ വിളിക്കുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കൂ, ദേവു പറഞ്ഞു. അവർ സംസാരിച്ച് നിൽക്കുന്ന അടുത്തേക്ക് ആദിയും കിച്ചുവും കല്യാണം വന്നു. എടോ, തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടേടോ, ചിലപ്പോൾ ഇത് ഒരു നിമിത്തമായിരിക്കും. അവനെ തനിക്ക് സെറ്റാകില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് താൻ അത് വിട്ടുകളയടോ, കല്യാൺ പറഞ്ഞു. പിന്നെ പറയുമ്പോൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞു. ചേട്ടാ, ഇത് ചേട്ടൻ അഭിനയിക്കുന്ന സീരിയലൊന്നുമല്ല, ജീവിതമാണ്. പെട്ടെന്ന് ഒരു പ്രണയം മറന്നു കളയാൻ ബുദ്ധിമുട്ടായിരിക്കും, അതിന് സമയമെടുക്കും. പക്ഷേ സമയമെടുത്താലും ഞങ്ങളുടെ അച്ചു ഈ വിഷമത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ മറികടക്കും. ഇനി നിങ്ങളൊക്കെ കൂടി പറഞ്ഞ് വിഷമിപ്പിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ദേവു അവളെ ചേർത്ത് പിടിച്ചു. ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ? അച്ചു ചോദിച്ചു. ഒന്ന് പോടി, നീ ഇപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോകാം. കുറച്ച് കഴിഞ്ഞിട്ടില്ല, വൈകുന്നേരം. എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് അറിയില്ല ഞാൻ കോളേജിൽ പോയിട്ടില്ല എന്ന്, സോനു പറഞ്ഞു. എന്നാ മക്കൾ അങ്ങോട്ട് പോയിക്കോ, എന്നിട്ട് കുറച്ചു നേരം കിടക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഈ വിഷമം ഒന്ന് മാറ്റിയെടുക്ക് എന്ന് പറഞ്ഞ് കിച്ചു അവരെ കീർത്തനയുടെ വീട്ടിലേക്ക് വിട്ടു. അവർ പോകുമ്പോൾ ആദിയും കിച്ചുവും നോക്കി നിന്നു. ആദി, ആ പെങ്കൊച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ അവനെ? അതെ, പക്ഷേ അവനത് അത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ആയിരിക്കും, ഇത് കോളേജ് ലൈഫിലുള്ള പ്രണയമല്ലേ, അവനത് അത്രയും സീരിയസ് ആക്കിയിട്ടുണ്ടാകുള്ളൂ, ആദി പറഞ്ഞു. അവർ വീട്ടിലേക്ക് കയറി. വീട്ടിൽ ചെന്നിട്ടും അച്ചു ചെറിയ വിഷമത്തിലായിരുന്നു. ചെറിയൊരു വിഷമം എന്ന് പറയാൻ പറ്റില്ല. അവളുടെ മനസ്സിൽ നല്ല വിഷമമുണ്ടെങ്കിലും അവളത് പുറത്ത് കാണിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു. ഇടയ്ക്ക് ഫോണിലേക്ക് നോക്കുന്നത് കാണുമ്പോൾ അവൾ വിനോദിന് കോള് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് കല്യാണിക്ക് മനസ്സിലായി. ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് കല്യാണി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അവൾ അവളുടെ ഫോണിൽ നിന്നും വിനോദിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. റിങ് ചെയ്ത് അല്പസമയം കഴിഞ്ഞതും അവിടെ കോൾ എടുത്തു. എന്താ എന്താ നിനക്ക് വേണ്ടത്? വിനോദ് ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും, എനിക്ക് വിനോദേട്ടനോടും ശരത്തേട്ടനോടും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അവൾ ചോദിച്ചു. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? അത് ഫോണിലൂടെ പറയാൻ പറ്റില്ല, നേരിട്ട് സംസാരിക്കാം. ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? അവൾ ചോദിച്ചു. എങ്ങോട്ട്? അല്പം ദേഷ്യത്തിൽ തന്നെ വിനോദ് ചോദിച്ചു. എൻ്റെ വീട്ടിലേക്ക്, അവൾ പറഞ്ഞു. മറുപടിയൊന്നും പറയാതെ തന്നെ അവൻ ഫോൺ കട്ട് ചെയ്തു. പക്ഷേ അവൻ വരുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ തിരിഞ്ഞു നടക്കാൻ പോയതും അവിടെ നിൽക്കുന്ന ദേവുവിനെ കണ്ടതും, നീ എന്തിനാ അവരെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചത്? അത് നമുക്ക് പറഞ്ഞ് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന പ്രശ്നമുള്ളെങ്കിൽ പറഞ്ഞു തീർക്കുന്നതല്ലേ നല്ലത്. ഞാൻ കാരണം അവളിങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ വല്ലാതെ നെഞ്ച് പിടയുന്നു, കല്യാണി പറഞ്ഞു. കല്യാണി, അത് ചിലപ്പോൾ നല്ലതിനായിരിക്കും. ഒരിക്കലും വിനോദേട്ടന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ അച്ചുവിനെ സ്നേഹിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനി നമ്മളായിട്ട് വീണ്ടും വിളക്കി ചേർക്കാൻ നിൽക്കണ്ട. നീ പറയുന്നത് ശരിയായിരിക്കും, പക്ഷെ ഞാനിത് വിളക്കി ചേർക്കാനല്ല, എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇപ്പോൾ ഏകദേശം
അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ നമ്മൾക്കിടയിലുണ്ടായിരുന്ന ഒരു സൗഹൃദമുണ്ട്. നമ്മൾ ആ കോളേജിൽ ചെല്ലുമ്പോൾ തുടങ്ങി കാണുന്നതല്ലേ അവരെ. ആ സൗഹൃദം ഒന്നിൻ്റെ പേരിലും നഷ്ടമാകേണ്ട എന്ന് കരുതിയാണ് എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്, കല്യാണി പറഞ്ഞു. അത് നല്ല കാര്യമാണ്, നമുക്ക് പറയാം. പക്ഷെ വീണ്ടും അച്ചുവിനെ ഇനി വിനോദേട്ടനിലേക്ക് അടുപ്പിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല, ദേവു പറഞ്ഞു. അത് നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം അവൾക്ക് വിട്ടുകൊടുക്കാം. എന്തായാലും അവർ വരട്ടെ, നമുക്ക് സംസാരിക്കാം, കല്യാണി പറഞ്ഞു. ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് കല്യാണി റൂമിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു അവളുടെ ബെഡിൽ കിടക്കുന്ന അച്ചുവിനെ. അവളുടെ അടുത്ത് തന്നെ ഒരു ബുക്കും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോനു. മാറാനുള്ള ഡ്രസ്സും എടുത്ത് കല്യാണി വാഷ്റൂമിലേക്ക് കയറി. അവൾ ഫ്രഷായി ഇറങ്ങുമ്പോഴേക്കും ദേവു അവരുടെ അടുത്തേക്ക് വന്നു. അവൾ ബെഡിൽ കിടന്ന് ഉറങ്ങുന്ന അച്ചുവിനെ ഒന്ന് നോക്കി. കല്ലു, അവർ വന്നിട്ടുണ്ട്. മുഖം തുടച്ചുകൊണ്ട് വന്ന കല്ലുവിനെ നോക്കി ദേവു പറഞ്ഞു. അച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് കല്യാണിയും ദേവുവും അവിടെ നിന്നും നടന്നു. അവരുടെ പുറകെ തന്നെ ബുക്ക് അവിടെ വെച്ചുകൊണ്ട് സോനുവും താഴേക്ക് ചെന്നു. അവർ താഴെ ചെന്നപ്പോൾ തന്നെ അവളുടെ ഫോൺ റിങ് ചെയ്തു. കല്ലു ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കിച്ചുവായിരുന്നു. ആരാ മോളെ ആ വന്നിരിക്കുന്നത്? അവൻ ചോദിച്ചു. അതേട്ടാ, ഞാൻ വിനോദേട്ടനോടും ശരത്തേട്ടനോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ പറഞ്ഞു. എന്തിനാ മോളെ, അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? അവൻ ചോദിച്ചു. അത് ഏട്ടാ, ഞങ്ങൾ കോളേജിൽ ചെല്ലുമ്പോൾ മുതലുള്ള ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. ഈ കാരണം പറഞ്ഞ് ആ കൂട്ടുകെട്ട് അവസാനിക്കരുത് എന്ന് എനിക്ക് തോന്നി. അവർക്കൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ലേ. അത് മാത്രമല്ല, ശരത്തേട്ടന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോലുമില്ല. അതുകൊണ്ട് എന്നെപ്പറ്റി എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്ത ശരത്തേട്ടൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് പറഞ്ഞു മാറ്റാൻ എന്നെക്കൊണ്ടേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞു വരാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇനിയും ആ കോളേജിൽ പോകേണ്ടതല്ലേ, ഇവരെ ഫേസ് ചെയ്യേണ്ടതല്ലേ. അപ്പം മുഖം തിരിച്ച് നടക്കേണ്ടല്ലോ. പറയാനുള്ളത് പറഞ്ഞത് കഴിഞ്ഞിട്ടും അവർക്ക് ഇഷ്ടക്കേട് മനസ്സിൽ കൊണ്ടു നടക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയില്ല, അവൾ പറഞ്ഞു. ശരി, നിൻ്റെ ഇഷ്ടം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കേ എന്ന് പറഞ്ഞ് കിച്ചു ഫോൺ കട്ട് ചെയ്തു. അവർ വരുമ്പോൾ ലിവിംഗ് റൂമിൽ വിനോദും ശരത്തും ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ദേവും സോനുവും ഉണ്ടായിരുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. കല്യാണി വന്ന് അവരുടെ അടുത്തിരുന്നു. ശരത്തിൻ്റെയും വിനോദിൻ്റെയും മുഖത്ത് ഇഷ്ടക്കേടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ദേവു വല്ല ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ കല്യാണിയോട് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. കല്യാണി രണ്ട് കണ്ണും അവളെ ചിമ്മി കാണിച്ചു. പിന്നെ അവൾ സംസാരിക്കാനായിട്ട് ഇരുന്നു. വിനോദേട്ടനോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല, എന്നെക്കുറിച്ച് പറയാനാണ്. നിങ്ങൾ അറിയുന്ന കല്യാണി എന്ന പെൺകുട്ടിയല്ല ഞാൻ എന്ന് പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. ശരത്തേട്ടന് എന്നെ ഇഷ്ടമായിരുന്നോ? അവൾ ചോദിച്ചു. അവൾ ചോദിച്ചതും ശരത്ത് അവളുടെ മുഖത്തേക്ക്, അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എനിക്കിഷ്ടമായിരുന്നു. അത് നിനക്കത് പറയാതെ തന്നെ അറിയാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പറയാൻ ഞാൻ വൈകിപ്പോയി അല്ലേ? ശരത്ത് ചോദിച്ചു. ഇല്ല, വൈകിപ്പോയിട്ടൊന്നുമല്ല. ശരത്തേട്ടൻ എന്നോട് ഇഷ്ടം പറഞ്ഞാലും ഞാൻ ആ ഇഷ്ടം സ്വീകരിക്കില്ലായിരുന്നു. കാരണം ശരത്തേട്ടന് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. ശരത്തേട്ടന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വരെ ഇവർക്കും ഒന്നും അറിയില്ലായിരുന്നു, കല്യാണി പറഞ്ഞു. എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയും, വിനോദ് അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. പറയാം. എൻ്റെ പേര് കല്യാണി എന്നല്ല, എൻ്റെ പേര് കാർത്തിക മേനോൻ എന്നാണ്. ഞാൻ ഇവിടെയുള്ള ഈ വീട്ടിലുള്ള സദാനന്ദൻ്റെയും കനകലതയുടെയും മകളല്ല. കല്യാണി പറയുന്ന ഓരോ കാര്യങ്ങളും ഞെട്ടലോടെയാണ് ശരത്തും വിനോദും കേട്ടിരുന്നത്. കല്യാണി പിന്നെ അവളുടെ ഫാമിലിയെക്കുറിച്ചും അവൾ ഇങ്ങോട്ട് മാറ്റി നിർത്താനുള്ള കാരണങ്ങളും പിന്നെ ആദിത്യ ഇഷ്ടം പറഞ്ഞതും ആദിത്യയെ ഇഷ്ടം പോലും തിരസ്കരിച്ച് അവൾ നാട്ടിലേക്ക് പോയതും തനിക്ക് വേണ്ടി വീട്ടുകാർ കണ്ടെത്തിയ ആദിത്യ വർമ്മയെക്കുറിച്ചും പിന്നീട് അവർ തമ്മിൽ പ്രണയിച്ചതും അവരുടെ എൻഗേജ്മെൻറ്റ് നടത്തിയതും അവൾ പറഞ്ഞു. ശ്വാസം വിടാൻ പോലും മറന്ന് കേട്ടിരിക്കുകയായിരുന്നു ശരത്തും വിനോദും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും എല്ലാവരിൽ നിന്നും ഞാൻ മറച്ചു വെച്ചതാണ്. ഈ കഴിഞ്ഞ ദിവസം വരെ ഇവർക്കും ഒന്നും അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ദേവുവാണ് ആദ്യം അറിഞ്ഞത്. അതിനുശേഷം ഇന്നലെ അച്ചുവിനോടും സോനുവിനോടും സംസാരിക്കുകയായിരുന്നു. അപ്പോൾ കല്യാണി, ഇന്ന് മാളിൽ വെച്ച് കണ്ടത് നിന്റെ സ്വന്തം സഹോദരനെയാണോ? വിനോദ് ചോദിച്ചു. അതെ, എനിക്ക് 2 ഏട്ടന്മാരല്ല 4 സഹോദരന്മാരാണുള്ളത്. കല്യാണി അവരുടെ പേരും ജോലിയും എല്ലാം പറഞ്ഞു. അപ്പോഴാണ് വാതിക്കലേക്ക് സോനു അവരെ ചൂണ്ടിക്കാണിച്ചത്.
അവിടെ കൈകെട്ടി നിൽക്കുന്ന ആദിത്യവർമ്മയെയും കിച്ചുവിനെയും കണ്ടതും കല്യാണി അവിടെ നിന്നും എഴുന്നേറ്റു. അവൾ എഴുന്നേൽക്കുന്നത് കണ്ടതും വിനോദും ശരത്തും അങ്ങോട്ട് നോക്കി. അവിടെ വന്നു നിൽക്കുന്ന അവരെ രണ്ടുപേരെയും കണ്ടതും ശരത്തും വിനോദും എഴുന്നേൽക്കാനായി പോയി. വേണ്ട, നിങ്ങളിരിക്കെ എന്ന് പറഞ്ഞ് ആദിത്യയും കിച്ചുവും അങ്ങോട്ട് അകത്തേക്ക് കയറി. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം തനിക്ക് ഇവളെ ഇഷ്ടമായിരുന്നു എന്ന്. തൻ്റെ കണ്ണുകളിൽ ആ പ്രണയം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പോലും അറിയാതെ എനിക്ക് വേണ്ടി എൻ്റെ വീട്ടുകാർ കണ്ടുപിടിച്ചതാണ് ഇവളെ. പക്ഷെ അതിനിടയിൽ ഞാൻ അവളെ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് വീട്ടുകാർ കണ്ടുവച്ചത് ഇവളാണെന്ന് പോലും അറിയാതെ എനിക്ക് വേറൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇവളുമായിട്ടുള്ള എൻ്റെ വിവാഹം മുടക്കിയ ആളാണ് ഞാൻ. പിന്നെ ഇവൾ എന്നോട് പറയാതെ മുങ്ങി. ഇവളെ കാണാതെ സംസാരിക്കാതെ ആകെ ഭ്രാന്തെടുത്തത് പോലെ നടക്കുമ്പോഴാണ് ഇവൻ നാട്ടിലേക്ക് വിളിക്കുന്നത്. ഇവിടെ നിന്ന് എനിക്ക് വട്ടുപിടിക്കും എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇവരുടെ കൂടെ പോയതാ. അപ്പോഴാണ് എൻ്റെ പെണ്ണിനെ ഞാൻ വീണ്ടും അവിടെ വെച്ച് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ വെച്ച് അറിയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അവൾ പറയാതിരുന്നത് എന്നുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ അതുമായി പൊരുത്തപ്പെടുകയായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. നിങ്ങളുടെ ഈ അവസ്ഥയിലൂടെ കടന്നു പോയതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതെല്ലാം മറന്ന് ഇവരുമായിട്ട് പഴയതുപോലെ കൂട്ടുകൂടണം. വെറുതെ ഈ കോളേജ് ലൈഫിൽ വാശിയും വൈരാഗ്യവും ഒന്നും കാണിച്ച് നടക്കല്ലേ. പിന്നെ ശരത്ത്, പ്രണയം അത് ആർക്കും ആരോട് വേണമെങ്കിലും തോന്നാം. തിരിച്ച് അവർ നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ലല്ലോ. ഇവിടെ അതാണ് ഉണ്ടായത്. കല്യാണിയുടെ മനസ്സിൽ എന്നെ കാണുന്നത് വരെ, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇഷ്ടം പറയുന്നത് വരെ അങ്ങനൊരു പ്രണയം ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോഴും ഇയാളത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പറഞ്ഞില്ലേ, ദൈവം ഓരോരുത്തർക്കും ഓരോരുത്തരെ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ സമാധാനിക്കേ. തനിക്ക് തന്നെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ, തന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടൂടോ? ആദ്യ ശരത്തിൻ്റെ അടുത്ത് വന്ന് വളരെ സൗമ്യമായി പറഞ്ഞു. ശരത്ത് ഒന്നും മിണ്ടാതെ അപ്പോഴും ഇരുന്നതേയുള്ളൂ. വിനോദ്, ഇവർക്കൊന്നും അറിയില്ലായിരുന്നു. വിനോദ്, തനിക്ക് അച്ചുവിനെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പേരിൽ ആ ഒരു ഇഷ്ടം നിങ്ങൾ കളയരുത്. ആ കുട്ടിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അത് ഇന്നലെയാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളോട് പറയുമായിരുന്നു. ആദി പറഞ്ഞു. പിന്നെ തിരിഞ്ഞ് അച്ചു എവിടെയെന്ന് ആദി കല്യാണിയോട് ചോദിച്ചു. അവൾ കിടക്കുകയാണ്. ദേവുവാണ് പറഞ്ഞത്. നിങ്ങൾക്കിപ്പോൾ ആ കുട്ടിയോട് ഒരു ദേഷ്യവും ഇഷ്ടക്കേടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവൾ സത്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാൻ തയ്യാറായത്. ശരിക്കും സെക്യൂരിറ്റി ഇഷ്യൂ ഇവളുടെ പേരിലുണ്ട്. ഞങ്ങളെല്ലാവരും ഇവൾക്ക് വേണ്ടി, ഇവളുടെ ജീവന് വേണ്ടി കാവൽ നിൽക്കുന്ന ആളുകളാണ്. ശത്രു ആരാണെന്ന് അറിയാതെ ഇരട്ടിൽ തപ്പുകയാണ്. അതാണ് ഞങ്ങളെ ഏറ്റവും പ്രശ്നത്തിലാക്കുന്നത്. അതിനിടയിൽ നിങ്ങൾ ഇവരോട് വഴക്കുമായിട്ട് നടക്കരുത്, ആദി പറഞ്ഞു. ശരത്ത് അവിടെ നിന്നും എഴുന്നേറ്റു. എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. അത് കണ്ട് വിനോദും അവിടെ നിന്നും എഴുന്നേറ്റു. അവൻ പോകാൻ പോയതും, വിനോദേട്ടാ, കല്യാണി വിളിച്ചതും, വേണ്ട കല്യാണി, ഇനി ഇത്രയും രഹസ്യങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് നടന്ന നിങ്ങളെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ അവളിലും പല രഹസ്യങ്ങളും കാണാം. വിനോദ് ചോദിച്ചതും അവിടെയുണ്ടായിരുന്ന എല്ലാവരും പരസ്പരം നോക്കി. വിനോദ് എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇത്രയും വർഷം ഞങ്ങളുടെ കൂടെ കോളേജിൽ ഉണ്ടായിരുന്നവളാണ് ഈ കല്യാണി. ഇവരുടെ കൂടെ അതിനേക്കാൾ കൂടുതൽ ഉണ്ടായതാണ്. എന്നിട്ടും ഈ ദിവസമാണ് ഇവളെക്കുറിച്ച് എല്ലാം തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. പിന്നെ ഇതുപോലെ എന്തെങ്കിലും രഹസ്യം അവിടെയും കാണും അല്ലേ? ആദ്യം രഹസ്യങ്ങളെല്ലാം ഒന്ന് ചുരുളഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം അവളെക്കുറിച്ച്. വിനോദ് പറഞ്ഞതും, അങ്ങനെ കഷ്ടപ്പെട്ട് എന്നെ ഇഷ്ടപ്പെടണം എന്നില്ല വിനുവേട്ടാ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവളുടെ കൂടെ നടന്നിട്ടും ഇക്കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതിന് കാരണം ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. പിന്നെ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാം. അതിൽ കൂടുതൽ രഹസ്യങ്ങളൊന്നും എന്നെക്കുറിച്ചില്ല. ഇനി അതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങളെ വിശ്വസിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്നാണെങ്കിൽ ആ സ്നേഹം എനിക്ക് വേണ്ട. പടികൾ ഇറങ്ങിക്കൊണ്ട് വന്ന അച്ചു പറഞ്ഞത് കേട്ടതും എല്ലാവരും അവളെ നോക്കി. എന്നാൽ കിച്ചുവിൻ്റെയും ആദിത്യയുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. വിനോദ് തിരിഞ്ഞു നടക്കാൻ പോയതും, കിച്ചു ഒന്ന് നിന്നേ. കൂട്ടുകാരനെ സ്നേഹിക്കാം, ഫ്രണ്ട്ഷിപ്പ് എല്ലാം നല്ലതാണ്. പക്ഷേ അത് അതിര് കടക്കരുത്. അത് സ്വന്തം ജീവനും പ്രണയവും അവൻ്റെ കാൽച്ചുവട്ടിൽ വെച്ചുകൊണ്ടുള്ള ഇഷ്ടമാകരുത്.
കിച്ചു പറഞ്ഞുകൊണ്ട് "ഉം, ഇനി നീ പോയിക്കോ" എന്ന് പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമാണെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് പനിയാണ്. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.